ഹേ ഗൈസ്, ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. 2-3 ദിവസമായി ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഒന്ന് പുറത്തിടുകയാണ് കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് ഓർഗനൈസും ചെയ്ത് വെക്കണം. മെയിനായിട്ട് ഫ്രിഡ്ജിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ ഒന്ന് തൈര്, പാല്, അതുപോലെ പച്ചക്കറി, മുട്ട ഇങ്ങനത്തെ ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും ഞാൻ അധികം ഫ്രിഡ്ജിൽ വെക്കാറില്ല. കാരണം വേറെ ഒന്നുമല്ല, ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അളവ് കുറച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക. ഏകദേശം ഒരു കറക്റ്റ് ആയിരിക്കും. ആ ഒരു കറക്റ്റ് അളവിൻ്റെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ കെട്ടിന് എന്നെ എപ്പോഴും കളിയാക്കാറുണ്ട്. നീ എല്ലാം കറക്റ്റ് മാത്രമല്ലേ ഉണ്ടാക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അളവ് കുറച്ചുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കറികളൊന്നും അധികം ബാക്കി വരാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സ്വഭാവം കൂടിയാണ് കേട്ടോ എനിക്ക്. ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുറത്തുള്ള സാധനങ്ങളൊക്കെ തുടച്ചിട്ട് ഉള്ളിലേക്ക് എടുത്ത് വെക്കണം. ഫ്രിഡ്ജിൻ്റെ മുകളിൽ തുടയ്ക്കണമെങ്കിൽ ഇതുപോലൊരു കസേര ആവശ്യമുണ്ട് കേട്ടോ. കാരണം എന്നെക്കാൾ വലിയ ഫ്രിഡ്ജാണേ. അപ്പോൾ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് കാശിക്കുട്ടൻ്റെ കസേര എടുത്തിട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത്. ഒരു വിധത്തിൽ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജ് തുറന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. താഴേക്ക് ഒരു മുട്ട വീണ് പൊട്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കിച്ചണൊക്കെ ഞാൻ നല്ലതായിട്ട് ക്ലീൻ ചെയ്തു. പിന്നെ ഓർഗനൈസ് ചെയ്ത് വെച്ചത് ഈ രീതിയിലാണ്. കാശിക്കുട്ടന് സ്കൂളിൽ കൊണ്ടുപോകാൻ ഫുഡ് ഉണ്ടാക്കേണ്ടതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബീട്രൂട്ടും പിന്നെ അതുപോലെ ഇഞ്ചി, പച്ചമുളക് അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു ഡബ്ബകളിലാക്കി വെച്ചതാണ്. ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഡബ്ബകളൊക്കെ പാർസൽ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. അത് ഞാൻ എടുത്ത് വെച്ചതാണ്. പിന്നെ താഴെയുള്ളത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ്. ഫ്രിഡ്ജ് അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റ ബൈ.